അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഊതുന്ന സമയത്ത്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്ത് അതേ മലക്ക് ഊതിക്കഴിഞ്ഞാൽ ആളുകളിങ്ങനെ അതാ ചെറിയ ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ, ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ ആളുകൾ രണ്ടാമത് എഴുന്നേറ്റ് വരും. ഖബറിലുള്ളവർ എഴുന്നേറ്റ് വരും. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എഴുന്നേറ്റിട്ട് പറയും, ഇതാ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ വഅദർ റഹ്മാൻ. അല്ലാഹ് പറഞ്ഞ ഖിയാമത്ത് ഇവിടെ പ്രകടമായിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞ ആ സത്യമായ ഖിയാമത്ത് ഇവിടെ സത്യമായി പുലർന്നിരിക്കുന്നു. ഇതാ ഞാൻ കിടന്നുറങ്ങുകയായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അനസയ്യിദി വലദി, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ സയ്യിദ്. നോക്കൂ, നിങ്ങൾ ശ്രേഷ്ഠനായ രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹ് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാണ്, യൗമുൽ ഖിയാമയുടെ ദിവസം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്തതികളെ മുഴുവനും എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി എഴുന്നേൽക്കുക എന്ന് ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം എഴുന്നേറ്റ് വരിക എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ മഹ്ശറ വൻസഭയെക്കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. ആളുകളെല്ലാവരും ഒറ്റക്കൊറ്റക്കായി കടന്നു വരുന്ന ലോകമാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഒരു പന്ത് കളി കഴിഞ്ഞ മൈതാനത്തെ പോലെ, ഈ ദുനിയാവിനെ ഒരു കളി കഴിഞ്ഞ മൈതാനത്തെ പോലെ റബ്ബ് മാറ്റും. ആ ലോകത്തേക്ക് മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. എല്ലാവരും വരും, ഒറ്റക്കൊറ്റക്കായി വരും, ആരും കൂട്ടിനില്ലാതെ മനുഷ്യരെല്ലാവരും ഒറ്റക്കായി വരും. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ, നമ്മുടെ കൂട്ടുകാരുണ്ടവിടെ, നമ്മുടെ സഹോദരങ്ങളുണ്ടവിടെ, ജേട്ടനുണ്ട്, അനുജനുണ്ട്, കുടുംബക്കാരുണ്ട്. വ ഉമ്മിഹി വ അബീ, ഉമ്മയും വാപ്പയുമുണ്ട്. വ സാഹിബതിഹി വ ബനീ, തൻ്റെ ഉറ്റ സുഹൃത്ത് അവിടെ വരാനുണ്ട്. എല്ലാവരും ഒറ്റക്കൊറ്റക്കായി അവരുടെ കാര്യം നോക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളുടെ സ്വത്ത് കൊണ്ട് ഒരു ഉപകാരവും അവിടെ നേടാൻ കഴിയുന്നില്ല. നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നില്ല. സന്താനങ്ങൾ ഉപകരിക്കണില്ല, നിങ്ങളെ സ്വത്ത് ഉപകരിക്കണില്ല. നിങ്ങൾ ഒറ്റക്കൊറ്റക്കായി വരികയാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറാ, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറാ. ഒറ്റക്കൊറ്റക്കായി വരും. ആ വരവിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, ഇന്നകും മഹ്ശറൂൻ, തീർച്ചയായും മഹ്ശറാ ലോകത്ത് ഉഫാത്തൻ ഉറാത്തൻ ഉർലാ, ചേലാക്രമം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി ആളുകൾ പരലോകത്ത് വരും. പരലോകത്ത് വരും, വസ്ത്രം ധരിക്കാത്തവരാണവർ, ചേലാക്രമം ചെയ്യാത്തവരാണവർ. അതേ, വിവസ്ത്രരാണ്, അവരുടെ കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടില്ല. മറ്റൊരു ഹദീസിൽ കാണാം, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ, മഹ്ശറാ ലോകത്ത് ജനങ്ങൾ ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഹുഫാത്തൻ ഉറാത്തൻ ഉർലാ, ചെരുപ്പ് ധരിക്കാത്തവരും വസ്ത്രം ധരിക്കാത്തവരും ചേലാകർമ്മം ചെയ്യാത്തവരുമായിട്ടാണ്. ഈ സമയത്ത് യാ റസൂലല്ലാഹ്, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അർരിജാലു ജമീഅൻ അന്നിസാഉ വർരിജാലു ജമീആ, റസൂലേ ആണുങ്ങളും പെണ്ണുങ്ങളും ജമീഅൻ ഒരുമിച്ചല്ലേ റസൂലേ, യൻദുറു ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, അവർ പരസ്പരം നോക്കിപ്പോകൂല നബിയേ, അവർ പരസ്പരം കാണൂല റസൂലേ. ആണും പെണ്ണും ഒരുപോലെ ഒരുമിച്ച് കൂട്ടുന്ന ലോകമാണ്. ആ ലോകത്ത് വിവസ്ത്രരായി വരുമ്പോൾ ചേലാക്രമം ചെയ്യാത്തവരെന്ന് പറഞ്ഞല്ലോ, ചെരുപ്പ് ധരിക്കാത്തവരെന്ന് പറഞ്ഞല്ലോ,
ഖിയാമത്ത് നാളിൽ വസ്ത്രം ധരിക്കാത്തവരെന്ന് പറഞ്ഞല്ലോ റസൂലേ, അവർ പരസ്പരം കണ്ടുപോകൂല നബിയെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, യാ ആയിഷ, ആയിഷ, നീ പറയുന്ന പോലെയല്ല, അശദ്ദുമിൻ, അവിടെ യഥാ ശക്തമാണ് ആയിഷ. ആളുകൾക്ക് അവരവരുടെ കാര്യം തന്നെ നോക്കാൻ പറ്റാതെ വെപ്രാളപ്പെട്ട് ഓടുന്ന സമയമാണ്. കാലിൽ ചെരുപ്പ് ധരിക്കാതെ വിവസ്ത്രരായി ഓടുന്നവർ മറ്റുള്ളവന്റെ കാര്യം നോക്കാൻ എവിടെയാണ് നേരം ആയിഷ? വെപ്രാളത്തിൽ അവർ ഓടുകയാണെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അങ്ങനെ ഒരു ഓട്ടത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തെ നമുക്ക് വർണ്ണിച്ചു തരുന്നത്. വിവസ്ത്രരായി കൊണ്ടോടുകയാണ്, ചേലാക്രമം ചെയ്യാത്തവരായി ഓടുകയാണവർ. സ്വന്തത്തിന് വേണ്ടി കേണു ചോദിക്കുന്നുണ്ട് റബ്ബിനോട്. യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ വയൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും വിവരിച്ച് പണ്ഡിതന്മാർ പറയുകയാണ്, അന്ന് മക്ക മഹ്ശറ ലോകത്ത് ഒറ്റക്കൊറ്റക്കാളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഓരോരുത്തരും അവരവരുടെ കാര്യമാണ് നോക്കുക. പ്രവാചകന്മാർ വരെ അവരുടെ കാര്യം ചോദിക്കുന്ന സമയമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബിയുടെ ജീവിതത്തിൽ വന്ന ആ പ്രശ്നത്തിന് അല്ല കഴിക്കണ്ട എന്ന് പറഞ്ഞ പഴം കഴിച്ചുപോയതിൻ്റെ അതിന് കുറ്റം ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് സുജൂദിൽ കേണ് ചോദിക്കുന്ന സമയമാണ്. ഓരോ പ്രവാചകന്മാരും അവരവരുടെ കാര്യം ചോദിക്കുന്ന സമയമായിരിക്കും. ഒറ്റക്കൊറ്റക്കാളുകൾ അവരവരുടെ നഫ്സിന് വേണ്ടി ഓടുകയാണ്. നഫ്സി 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 നഫ്സിയാ. റസൂലുള്ള വിശദീകരിക്കുന്ന മഹ്ശറ ലോകം അതാണ്. ആ ലോകത്തെ വിയർപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു, സഹോദരങ്ങളെ, തലക്കുമുകളിൽ സൂര്യനുണ്ട്. സൂര്യൻ്റെ ചൂടവരുടെ തലക്കുമുകളിലുണ്ട്. അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗമുണ്ട്. അതിൽ സൂര്യൻ്റെ ചൂടുകൊണ്ട്, ആ സൂര്യൻ്റെ ചൂടുകൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ചില ആളുകളുടെ കണങ്കാല് വരെ വിയർപ്പിലാണ്. ചില ആളുകളുടെ മുട്ടുവരെ, ചില ആളുകളുടെ ഊരവരെ, ചില ആളുകളുടെ കഴുത്തുവരെ, ചില ആളുകളതാ ആ വിയർപ്പിൽ മുങ്ങിത്താഴുകയാണ്. നമ്മുടെ സംശയമാണ്, മഹ്ശറ ലോകത്ത്, ആ നിരന്നു നിൽക്കുന്ന ലോകത്ത് എങ്ങനെയാണ് വ്യത്യസ്തമായ വിയർപ്പുകൾ? എങ്ങനെയാണ് ആളുകൾക്ക് വ്യത്യസ്തത? അത് റബ്ബിൻ്റെ അടുക്കലുള്ള അറിവാണ് പ്രിയമുള്ളവരെ. ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. ആളുകൾ വിചാരണയ്ക്ക് വേണ്ടി കൂടുമ്പോൾ അവിടെ ചൂടുണ്ട്. സൂര്യൻ്റെ ചൂടിനെക്കുറിച്ച് ഹദീസിൽ കാണാം. സൂര്യൻ്റെ ചൂട് തട്ടി വിയർപ്പിൽ മുങ്ങിത്താഴുന്നവർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അന്ന് 7 വിഭാഗം ആളുകൾക്ക് തണൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം. സുബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗത്തിന് തണലുണ്ട്. അള്ളാഹിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഒന്ന് പറഞ്ഞത് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. എടുത്തു പറഞ്ഞു റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഇങ്ങനെ വിവരിച്ച 7 വിഭാഗം, അതിൻ്റെ അപ്പുറത്തും മറ്റു ചില ഹദീസുകളിൽ കാണാം. 7 വിഭാഗത്തിന് പുറമെ അള്ളാഹിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർ. ഐനൽ മുതഹബ്ബൂന ബിജലാലി, എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ? വെറുപ്പും വൈരാഗ്യവും വാശിയും വിദ്വേഷങ്ങളൊക്കെ ഒഴിവാകണം എന്നർത്ഥം. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവരെ അല്ല വിളിക്കുകയാണ്, ഐനൽ മുതഹബ്ബൂന ബിജലാലി, എൻ്റെ മാർഗത്തിൽ സ്നേഹിച്ചവരെവിടെ? അവനിന്ന് തണലുണ്ട്. എൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം. ആ ദിവസം ഇന്നവൻ്റെ എൻ്റെ തണൽ അവനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെ, റജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അല്ലേ, റജുലാനി, 2 പുരുഷന്മാർ. അവരുടെ പ്രത്യേകത എന്താ? ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ തന്നെ പിരിഞ്ഞു പോയവരാണ്. അല്ലേ, ഖൽബിനെ മുഅല്ലഖും ഫിൽ മസാജിദ്, പള്ളിയുമായി ഖൽബിനെ ബന്ധപ്പെടുത്തിയവർ. ഇവർക്കൊക്കെ മഹ്ശറ ലോകത്ത് സഹോദരങ്ങളെ യൗമുൽ ഹിസാബിൻ്റെ ദിവസം അർശിൻ്റെ തണലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ വിഭാഗമാണ്. കടം കൊടുത്തവന് വിട്ട് ഒഴിവാക്കി കൊടുത്ത ആളുകൾ, അതിൽ ഇളവ് കൊടുത്ത ആളുകൾ. കടം കൊടുത്തിട്ട് കടം വാങ്ങിയോ ബുദ്ധിമുട്ടി ജീവിക്കുമ്പോൾ
സമയം നീട്ടിക്കൊടുത്താൽ അള്ളാഹിൻ്റെ അടുക്കുന്ന കൂലിയുണ്ട്. അത് വിട്ടുകൊടുത്താൽ പ്രതിഫലം കൂടുതലാണ്. അവർക്കൊക്കെ ദറജകളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഖിയാമത്ത് നാളിൽ ആ സ്ഥാനം അവർക്കുണ്ടെന്ന് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. ഇങ്ങനെ എണ്ണിപ്പഠിപ്പിച്ച ഹദീസുകൾ സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിൽ യൗമുൽ ഖിയാമയിൽ അല്ലെങ്കിൽ മഹ്ശറ ലോകത്ത് ഹിസാബിൻ്റെ ദിവസം ആളുകളുടെ രൂപത്തെ റസൂലുള്ളാഹി വിശദീകരിക്കാൻ. അന്ന് ഭീകരമായ അവസ്ഥയാണ്. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം ഓടി അവരവരുടേതായ തുലാസുകളെ മാത്രം നോക്കുന്ന ഒരു കാലം. പരസ്പരം സഹായിക്കാൻ ആരുണ്ടാവില്ല. ഉമ്മണ്ടവിടെ, വാപ്പണ്ടവിടെ, ജേട്ടനുണ്ട്, അനുജനുണ്ട്, കുടുംബങ്ങളുണ്ട്. പക്ഷേ ആരും പരസ്പരം എന്ത് ചെയ്യൂല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരും പരസ്പരം സഹായിക്കൂല. ഒന്ന് കൈപിടിക്കാൻ, ഒന്ന് താങ്ങി നിൽക്കാൻ. ഉമ്മണ്ടെങ്കിലും ഉമ്മാനെ വേണ്ട എന്ന് പറയും, വാപ്പാനെ വേണ്ട. റബ്ബേ, എൻ്റെ നഫ്സിനെ നീ രക്ഷപ്പെടുത്തു റബ്ബേ, എൻ്റെ തടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് റബ്ബേ വഴിയെന്ന് അന്വേഷിക്കുന്ന ലോകമാണത്. അന്വേഷിക്കുന്ന ലോകമാണ്. സ്വന്തം മാതാവിനെ ഉമ്മ നരകത്ത് പോയാലും വേണ്ടിയില്ല എന്ന് ചിന്തിക്കണ ദിവസം. സ്വന്തം മക്കൾ നരകത്തിലേക്ക്, മക്കളെ നീ നരകത്തിലിട്ടാലും കുഴപ്പമില്ല പടച്ചോനെ, എൻ്റെ തടി രക്ഷപ്പെടുത്തു റബ്ബേ എന്ന് പറയുന്ന ദിവസം. സഹോദരങ്ങളെ, അന്ന് നമ്മുടെ മക്കൾ നമുക്കെതിരെ സംസാരിക്കുന്നൊരു ദിവസമുണ്ടെന്ന്, സമയമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അതെ, മക്കൾക്ക് ദീന് പഠിപ്പിക്കാത്ത രക്ഷിതാക്കളുണ്ടല്ലോ, തോന്നിയ പോലെ മക്കളെ വളർത്തുന്ന രക്ഷിതാക്കൾ, ദീനിൻ്റെ ഒരു ചട്ടക്കൂടിലും മക്കളെ കൊണ്ടുവരാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ലാത്തവർ. നമ്മൾ സൂക്ഷിക്കണം. വാപ്പ 5 വക്ത് നിസ്കരിക്കുന്നു, വാപ്പാൻ്റെ ഇബാദത്തുകളൊക്കെ ക്ലിയറാണ്, വാപ്പ അത്രയും ശുദ്ധമായ രൂപത്തിലാണ്, ഉമ്മ നല്ല വസ്ത്രം ധരിച്ച് ദീനിയായ ചിട്ടയിൽ ഉമ്മ ജീവിക്കുന്നു. പക്ഷേ മക്കളോ, മക്കൾക്ക് ദീനിൻ്റെ ദിശാബോധം നൽകിയിട്ടില്ല എങ്കിൽ നാളെ മക്കൾ നമുക്കെതിരെ തിരിയുന്നൊരു സന്ദർഭം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിക്കുന്നുണ്ട്. വിചാരണ നടക്കുന്ന സമയത്ത്, മക്കളുമായി വിചാരണ നടക്കുന്ന സന്ദർഭത്തിൽ അവരോട് ചോദിക്കുകയാണ്. അവരുടെ കാര്യത്തെ സംബന്ധിച്ച് വിചാരണ നടക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകളതാ അവൻ്റെ സ്വന്തം മാതാപിതാക്കൾക്കെതിരെ മക്കൾ സംസാരിക്കുന്നു. എനിക്ക് ദീന് പഠിപ്പിച്ചു തരാത്തവർ, ദീനിലേക്ക് എന്നെ വഴിതിരിച്ചു വിടാത്തവർ, പടച്ചോനെ എന്നെ വഴിപിഴപ്പിച്ചത് എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയുമാണ് റബ്ബേ. റബ്ബനാ അരിനല്ലദീനി അളല്ലാനാ, റബ്ബേ എൻ്റെ മാതാപിതാക്കളെ, എന്നെ വഴിപിഴപ്പിച്ചവനെ എൻ്റെ മുന്നിലേക്കൊന്ന് കാണിച്ചുതാ റബ്ബേ. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ഉമ്മയാണ്, എൻ്റെ വാപ്പയാണ്, അവരെൻ്റെ മുന്നിലേക്കൊന്ന് കാണിച്ചുതാ റബ്ബേ. ഞാനവരുടെ നെഞ്ചത്ത് കയറി ഒന്ന് ചവിട്ടി തിമർക്കട്ടെ നാഥാ എന്ന് മക്കൾ മാതാപിതാക്കൾക്കെതിരെ സംസാരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരൽ അനിവാര്യമാണ്. മക്കളുടെ വിഷയം നാളെ റബ്ബ് വിചാരണ ചെയ്യാതെ ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. എങ്ങനെ വളർത്തി, ഏത് രൂപത്തിലാണ് നീ കൊണ്ടു നടന്നത്, അല്ലേ? മക്കൾ പരീക്ഷണമാണ്. ഇഹലോകത്തും പരലോകത്തും പരീക്ഷണമായി മാറും. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. മക്കൾ പരീക്ഷണമായി മക്കൾ മാറുമ്പോൾ ഇന്ന് ഇഹലോകത്ത് വലിയ പരീക്ഷണ. മക്കൾ പേടി തോന്നുന്ന, ഭീതിയുണ്ടാക്കുന്ന അവസ്ഥകൾ. പരിഹാരം നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. ഖുർആൻ പരിഹാരമാണ്, ഹദീസ് പരിഹാരമാണ്, പരലോക ചിന്ത പരിഹാരമാണ്, മരണത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ അത് മക്കളെ കൽബിലേക്ക് എത്തിക്കുക എന്നുള്ളത് പരിഹാരമാണ്. തൗഹീദുള്ള മക്കളാക്കി വാർത്തെടുക്കുക എന്നുള്ളത് പരിഹാരമാണ്. പക്ഷേ അവർക്ക് പരലോകമുണ്ട് എന്നൊരു ബോധ്യം അവരുടെ കൽബിലേക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, മാതാപിതാക്കൾ മക്കൾക്കെതിരെ സംസാരിക്കുന്ന ദിവസമാണ്. ഭാര്യ ഭർത്താവിനെതിരെ, ഭർത്താവ് ഭാര്യയ്ക്കെതിരെ സംസാരിക്കുന്ന ദിവസമാണ്. അതേ, യജമാനനും പ്രജകളും തമ്മിൽ വഴക്ക് കൂടുന്ന സമയമാണ്. പരസ്പരം ശണ്ട കൂടാൻ, സ്വന്തം കാര്യം നോക്കി ഭരണാധികാരിയും ഭരണീയരും തമ്മിലുള്ള തർക്കം നടക്കുന്ന ലോകം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തെ എങ്ങനെ പരിചയപ്പെടുത്തുന്നത് കാണാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നൊരു വാചകം കാണാം. പ്രാർത്ഥിച്ചവനും പ്രാർത്ഥിക്കപ്പെട്ടവനും തമ്മിൽ തർക്കിക്കുന്ന ലോകം, യൗമുൽ ഹിസാബ്. ബഹുദൈവ വിശ്വാസികളുണ്ട് നമ്മുടെ നാട്ടിൽ, റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രാർത്ഥിച്ച ആളുകൾ പ്രാർത്ഥിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചവർക്കെതിരെ സംസാരിക്കുന്നതാണ്. പഠിച്ചവനെ, ഞാൻ പറഞ്ഞിട്ടില്ല അവരോട് എന്നോട് ദുആ ചെയ്യാൻ, അല്ലേ?
അള്ളാന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്ക് തങ്ങളെ ഞങ്ങളെ പ്രശ്നം തീർക്കണേ എന്ന് ദുആ ചെയ്തവരുണ്ട്. അവർ നാളെ പരലോകത്ത് വരും. അള്ളാഹു അവരോട് വിചാരണ ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, അള്ളാഹ് പറയാണ്, നീ ദുആ ചെയ്തവരെവിടെ, നീ പ്രാർത്ഥിച്ചവരെവിടെയാണ്? പരിശുദ്ധ ഖുർആൻ വ്യക്തമായി സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-6 ആയത്തുകളൊന്ന് വായിച്ചു നോക്കി നമുക്ക് കാണാം. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരുണ്ട് എന്നുള്ള ചോദിക്കുന്നത് കാണാം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ഖിയാമത്ത് നാളിൽ വഇദാ ഹുശിറന്നാസ് കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ആ വിചാരണയുടെ സമയത്ത് അതേ നീ ആരോട് ദുആ ചെയ്തോ അവർ നിങ്ങൾക്കെതിരെ സംസാരിക്കും, നിങ്ങളുടെ പ്രാർത്ഥനയെ തൊട്ട് അവർ നിഷേധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ചവർക്കെതിരെ പ്രാർത്ഥിക്കപ്പെട്ടവർ സംസാരിക്കും. അള്ളാന്റെ റസൂലിനോട് തേടിയവർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കും. റബ്ബേ, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്നോട് ദുആ ചെയ്യണമെന്ന്, എന്നോട് സഹായം തേടണമെന്ന്. ഞാൻ ആ വിഷയം അവരെ പഠിപ്പിച്ചിട്ടില്ല റബ്ബേ. നിന്നെ മാത്രം ആരാധിക്കണമെന്ന ഈ വഹ്ദാനിയത്ത് പഠിപ്പിക്കാനാണ് ഞാൻ അവരിലേക്ക് വന്നത്. ഞാൻ ആ ദൗത്യം നിർവഹിച്ചവനാണ്. ഉസൈർ നബിയോട് പ്രാർത്ഥിച്ചവർക്കെതിരെ ഉസൈർ നബി അവിടെ നിന്ന് സംസാരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഈസാ നബിയോട് പ്രാർത്ഥിച്ചവർക്കെതിരെ ഈസാ നബി നാളെ പരലോകത്ത് സംസാരിക്കുമെന്നാണ്. അങ്ങനെ അവിശ്വാസികളുടെ അവരുടെ ദൗർബല്യം എന്താണെന്ന് വ്യക്തമാകണ സമയമാണ്. അവർ പ്രാർത്ഥിച്ച ആ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് വെളിവാകുന്ന ദിവസമാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമുക്ക് തരുന്നത് കാണാം. അല്ലാഹു പറയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിഅഹ്സരീന അഅമാലാ. നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടമായി തീരുന്ന ദിവസം, ചെയ്തു പോന്ന കർമ്മങ്ങളൊക്കെ ബാത്തിലാകുന്ന ദിവസം. എല്ലാവരുടെയുമല്ല, ചിലരുടെ അമലുകൾ അല്ലാഹു ബാത്തിലാക്കി കളയും. ഞങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത്. ഖബറിന്റെ മുന്നിൽ ചെന്ന് ദുആ ചെയ്തത് നല്ല പ്രവർത്തനമാണെന്ന് കരുതിയിട്ടാണ് ഖബറിന്റെ മുന്നിൽ ചെന്നവർ പ്രാർത്ഥിച്ചത്. പക്ഷേ വിചാരണയുടെ ലോകത്തെത്തുമ്പോൾ, യൗമുൽ ഹിസാബിന്റെ ലോകത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാക്ക് നോക്കൂ നിങ്ങൾ. ആ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ, الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഞങ്ങൾ ചെയ്തത് നല്ലതാണ്, ഐഹിക ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെ ഞങ്ങൾക്ക് വിജയത്തിന് വേണ്ടിയാണെന്ന് അവർ വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ പരലോകത്തെത്തുമ്പോൾ എല്ലാം ബാത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഓരോ സംഭവങ്ങൾ നമ്മുടെ ആ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഓരോന്നും വിശദീകരിച്ചു തരുന്നത് കാണാം. നേരത്തെ പറഞ്ഞല്ലോ, അന്യോന്യം തർക്കിക്കുമെന്ന്. ആരാധ്യന്മാരും ആരാധിക്കപ്പെട്ടവരും തമ്മിൽ തർക്കിക്കുമെന്ന്. ചെയ്തുപോയ അമലുകൾ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്ത ബിദ്അത്തുകളൊക്കെ അവിടെ ചെന്ന് ബാത്തിലാകുമ്പോൾ സഹോദരങ്ങളെ, റബ്ബിന്റെ കോടതിയിൽ വിരൽ കടിച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ വിശദീകരിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നത് കാണാം. മുവഹ്ഹിദുകളായ ആളുകൾ തൗഹീദ് സ്വീകരിച്ചിട്ടുണ്ട്, ഇബാദത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇബാദത്തൊക്കെ ചെയ്തു പോകുന്ന ആളുകളും റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യും. ഏത് വിഷയത്തിൽ? അള്ളാഹു നിർബന്ധമാക്കി ചെയ്യാൻ കൽപ്പിച്ച വിഷയത്തിൽ അവർക്ക് വിചാരണ ഉണ്ടാവും. നിസ്കാരത്തിന്റെ കാര്യം ചോദിക്കും. അതെ, സകാത്ത് കൊടുത്തോ എന്ന് ചോദിക്കും. സകാത്തിന്റെ വിഷയത്തിൽ വിചാരണ നടക്കും. മാമിൻ റജുലിൻ, പരിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. ഒരു പുരുഷൻ, ആ പുരുഷനെ സംബന്ധിച്ച് അവന്റെ പ്രത്യേകത എന്താ? അള്ളാഹു അയാൾക്ക് സമ്പത്തുകൾ നൽകിയിട്ടുണ്ട്. ആ സമ്പത്തുകൾ നൽകിയിട്ടുണ്ട്. അയാൾ മുവഹ്ഹിദാണ്, തൗഹീദിന്റെ വ്യക്തിയാണ്. നിസ്കരിച്ചിട്ടുണ്ട്, ഇബാദത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സകാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ കണക്ക് നോക്കാതെ, കൃത്യത നൽകാതെയാണെങ്കിൽ നാളെ പരലോകത്ത് യൗമുൽ ഹിസാബിന്റെ ദിവസത്തിൽ അവന്റെ കഴുത്തിലൊരു വലയം വെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അവന്റെ കഴുത്തിലതാ
ഒരു വളയം തീർക്കുകയാണ്. എന്താ വളയത്തിൻ്റെ പ്രത്യേകത? അവൻ്റെ കഴുത്തിൽ പാമ്പ് ചുറ്റുന്നത് പോലെ പാമ്പിനെ കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കുന്നതാണ്. ഹദീസിൽ കാണാം, നെറ്റത്തേക്ക് ഇങ്ങനെ ആഞ്ഞു കൊത്തി, അന മാലുക്ക അന കെൻസുക്ക, ഞാൻ നിന്റെ ധനമാണ്, നീ പിശുക്കി വെച്ച നിന്റെ മുതലാണ് ഞാൻ എന്ന് അത് സംസാരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിൻ്റെ വിചാരണ ഉണ്ട്. ഗീബത്ത് പറഞ്ഞവർ, നമീമത്ത് പറഞ്ഞവർ യൗമുൽ ഹിസാബിൻ്റെ ദിവസം വരുന്നുണ്ട്. നിസ്കരിച്ചു, നോമ്പെടുത്തു, സുഹൃതങ്ങൾ ചെയ്തു, തൗഹീദ് സ്വീകരിച്ചു, എല്ലാ പുണ്യകർമ്മങ്ങളും ജീവിതത്തിലുണ്ടായി. പക്ഷേ യൗമുൽ ഹിസാബിൻ്റെ ദിവസം വിചാരണയ്ക്ക് വേണ്ടി റബ്ബിൻ്റെ കോടതിയിലേക്ക് വന്നപ്പോൾ അള്ള പഠിപ്പിക്കുകയാണ്, വുജൂഹുൻ യൗമഇദിൻ ഖാശിആ, ചില മുഖങ്ങൾ നാളെ പരലോകത്ത് വരും. ഖാശിഅൻ, അവർ ഭയവിഹ്വലരായി പേടിച്ചരണ്ട മുഖവുമായിട്ടാണ് അവർ വരുന്നത്. അധ്വാനിച്ച് ക്ഷീണിച്ചവരാണ്. നിസ്കാരമുണ്ടവൻ്റെ കയ്യിൽ, നോമ്പുണ്ടവൻ്റെ കയ്യിൽ, സ്വതക്കയുണ്ടവൻ്റെ കയ്യിൽ, സകലമാന ഇബാദത്തുകളും കൂമ്പാരമായി ചെയ്തിട്ടാണ് റബ്ബിൻ്റെ കോടതിയിലേക്ക് അവർ വരുന്നത്. ആമിലത്തുൻ നാസിബാ, ആമിലത്തുൻ നാസിബാ, അമലുകൾ ഒരുപാട് അവൻ്റെ കരങ്ങളിൽ അവൻ നേടിയിട്ടുണ്ട്. എന്നാൽ വിചാരണയുടെ ലോകത്ത് വന്നു. അവൻ്റെ അമലുകളെ തൂക്കിക്കണക്കാക്കാൻ വേണ്ടി, അവൻ്റെ അമലുകളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ടപ്പോ അള്ള വിധിച്ച വിധി എന്തെന്നറിയുമോ? തസ്ലാ നാറൻ ഹാമിയാ, ചൂടേറിയ അഗ്നിയിലേക്കാണ് അവനെ വലിച്ചെറിഞ്ഞതെന്ന് പരിശുദ്ധ ഖുർആൻ. നിസ്കരിച്ചിട്ടും നരകം വാങ്ങുന്നവർ, നോമ്പെടുത്തിട്ടും നരകം വാങ്ങുന്നവർ, സുഹൃതങ്ങൾ ചെയ്തിട്ടും നരകം വാങ്ങുന്നവർ, എന്തേ പ്രിയമുള്ളവരെ അത്? എന്തേ അത്? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിർക്ക് ചെയ്തവൻ്റെ അമലല്ല സ്വീകരിക്കൂല. എത്ര വലിയ അമലാണെങ്കിലും അവൻ്റെ അമലല്ല സ്വീകരിക്കൂല. ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചോ, അവൻ്റെ ഇബാദത്ത് റബ്ബിന് വേണ്ട. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പഠിപ്പിച്ചതാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, നബിയെ നിനക്ക് നാം വഹി നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, റസൂലേ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ ലയഹ്ബതന്ന അമലുക, അമലുകളൊക്കെ ബാത്തിലായി പോകും നബിയെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. തൗഹീദാണെന്ന് കരുതിയിട്ടാ ശിർക്ക് ചെയ്തത്. റബ്ബിൻ്റെ കോടതിയിലെത്തിയപ്പോൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. വിചാരണയുടെ ലോകത്തെത്തിയപ്പോൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. എന്താണ് അവർക്ക് സംഭവിച്ച നഷ്ടമെന്താ? ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ്, ആരാണോ ശിർക്ക് ചെയ്തത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അല്ലാഹ് ഹറാമാക്കി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗം അല്ലാഹ് ഹറാമാക്കി. അതുകൊണ്ട് ശിർക്ക് ചെയ്തവൻ്റെത് ബാത്തിലാണ്. നരകത്തിലേക്കല്ല വലിച്ചെറിയും. ഇബാദത്ത് ചെയ്തിട്ടും നരകം വാങ്ങുന്നവനായവൻ മാറി. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു മേഖലയാണ്. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നു, സ്വഹാബികളെ, മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയാമോ? പാപ്പരായവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പാപ്പരായി പോയ ആൾക്കാരാരാന്നറിയോ? സ്വഹാബത്ത് റസൂലിനോട് പറയാണ്, നബിയേ, നമ്മുടെ കൂട്ടത്തിലുള്ള സമ്പത്തില്ലാത്ത, അധികാരങ്ങളൊന്നുമില്ലാത്ത ആൾക്കാരല്ലേ റസൂലേ? അവരല്ലേ പാപ്പരായവർ, സമ്പത്തൊന്നുമില്ലാത്ത ആൾക്കാർ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവരെയല്ല. യൗമുൽ ഖിയാമയിൽ, പരലോകത്ത്, യൗമുൽ ഹിസാബിൻ്റെ സമയത്ത്, വിചാരണയുടെ ലോകത്ത് ചില ആളുകൾ വരും. നിസ്കാരമുണ്ടവൻ്റെ കയ്യിൽ, നോമ്പുണ്ടവൻ്റെ കയ്യിൽ, ദാനധർമ്മം ചെയ്തത് വമ്പിച്ച രൂപത്തിൽ അവൻ നേടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവൻ്റെ കരങ്ങളിലുണ്ട്, തൗഹീദുണ്ട്, എല്ലാമുണ്ട്. റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ ഇബാദത്തുകൾക്കല്ല പ്രതിഫലം നൽകുന്ന സമയമാണ്. ആ സമയത്ത് അവൻ്റെ മുന്നിൽ തടുത്തിട്ടൊരു സംഘം ആളുകൾ വരും, അള്ളാൻ്റെ മുന്നിലേക്ക് വരും. അള്ളാഹുവേ, ഇയാൾക്ക് നീ സ്വർഗം കൊടുക്കരുത്, ഇയാൾക്ക് നീ സ്വർഗം കൊടുക്കരുത് റബ്ബേ. വിധി പറയും. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു സംഘം പരാതിക്കാർ വരുമെന്നാണ്. ആ പരാതിക്കാരുടെ പ്രത്യേകത എന്താ? ആ പരാതിക്കാരുടെ പ്രത്യേകത, അള്ളാഹുവേ ഫളറബഹാദാ, അവൻ എന്നെ അടിച്ചിട്ടുണ്ട് പടച്ചോനെ, എൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ടല്ല. നാട്ടിൽ എന്നെക്കുറിച്ച് ഈബത്ത് പറഞ്ഞു നടന്നവനാണ് റബ്ബേ, എന്നെക്കുറിച്ച് നമീമത്ത് പറഞ്ഞു നടന്നവനാണ് റബ്ബേ, എന്നെക്കുറിച്ച് തോന്നിവാസം പ്രചരിപ്പിച്ചവനാണ് റബ്ബേ.
ഇല്ലാത്ത കളവ് പറഞ്ഞ് നടക്കുക. രാവിലെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം വരെ നുണയും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങാടി കൂടി. ആരെങ്കിലുമൊക്കെ പറ്റി എന്തെങ്കിലും പറയാം, എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് പലപ്പോഴും ചില ആളുകൾക്കൊരു ഹാപ്പിയാണ്. അതൊരു ഹോബിയായി സ്വീകരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. കളവ് പറയുക, അങ്ങനെ പ്രചരിപ്പിക്കുക, ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി. എനിക്കാരോടെങ്കിലും ഒരു വെറുപ്പ് തോന്നിയാൽ അവനെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി നാട്ടിൽ തോന്നിയാസം പ്രചരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ നാളെ പരലോകത്ത് വരുമ്പോൾ ഇത്തരം ആളുകളെ തടുത്തു നിർത്തിക്കൊണ്ട് പരാതിക്കാർ വരുമെന്നാണ്. അയാൾക്ക് നീ സ്വർഗം കൊടുക്കരുതല്ലാ, അയാൾക്ക് നീ സ്വർഗം കൊടുക്കരുത് റബ്ബേ. അയാളുടെ കയ്യിൽ അമലുകൾ ഉണ്ടാവാം, വിശ്വാസം ക്ലിയറാവാം, എല്ലാം ശരിയാണ്. പക്ഷേ അവൻ എന്നെ അടിച്ചവനാണ് റബ്ബേ, എന്നെക്കുറിച്ച് ഈബത്ത് പറഞ്ഞവനാണ് റബ്ബേ, നാടുകളിൽ നമീമത്ത് പറഞ്ഞ് നടന്നവനാണ് പടച്ചോനെ, എന്നെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയവനാണല്ലാ. അയാൾക്ക് നീ കൊടുക്കരുത് റബ്ബേ സ്വർഗമെന്ന്. പരാതിക്കാരൻ്റെ പരാതിക്ക് അല്ല വിധി പറയുമെന്നാണ്. ഒരു തരിമ്പ് പോലും അള്ളാഹു അനീതി കാണിക്കാതെ വിധി പറയും, ഒരു തരിമ്പ് പോലും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. ഈ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മനുഷ്യരെങ്ങനെ നിർത്തി ഇവൻ്റെ അമലുകളൊക്കെ പരാതിക്കാർക്കല്ല വീതിച്ചു കൊടുക്കും. ആരെക്കുറിച്ചൊക്കെ ഈബത്ത് പറഞ്ഞോ, ആരുടെ സമ്പത്ത് കൊള്ളടിച്ചോ, ആരുടെയൊക്കെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിൽ അവൻ സംസാരിച്ചോ അല്ലെങ്കിൽ പ്രവർത്തിച്ചോ, ആരെ അടിച്ചോ, അവർക്കൊക്കെ അവൻ്റെ അമലുകൾ എന്ത് ചെയ്യും? വീതിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമലുകളൊക്കെ തീർന്നു പോയാലും പരാതിക്കാർ ബാക്കിയാകും. ചിലരുടെ പരാതിക്കാർ ബാക്കിയാകും. അങ്ങനെ ബാക്കിയാകുമ്പോഴോ ഇവൻ്റെ അമലുകളൊക്കെ കൊടുത്തു തീർത്തു, ഇനിയും പരാതിപ്പെട്ടുകൊണ്ട് ആളുകൾ ബാക്കിയാണ്. ആ സമയത്ത് ആ പരാതിക്കാരൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത തിന്മകളൊക്കെ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹു വരവ് വെക്കുമെന്നാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ ഇബാദത്തൊക്കെ ചെയ്തിട്ടും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. വിചാരണ കഴിഞ്ഞവൻ നരകത്തിലാണ്. നിസ്കാരല്ലേ, നിസ്കാരമുണ്ട്, നോമ്പില്ലേ, നോമ്പുണ്ട്, സുഹൃതങ്ങളുണ്ട്, നന്മകൾ അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ അവൻ ഇത്തരം പ്രവർത്തനങ്ങൾ, ഫിത്നയുടെയും ഫസാദിൻ്റെയും പ്രവർത്തനങ്ങൾ ചെയ്തവരാണ്. അവൻ്റെ ഇബാദത്തുകളൊക്കെ വീതിച്ചെടുത്തു. ഇനി അവൻ്റെ സ്ഥാനം ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. ഖുദൂഹു ഫഗുല്ലൂ, അവനെ പിടിക്ക്, അവൻ്റെ കയ്യിലും കാലിലും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് നരകത്തിലേക്ക് എറിയുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, അങ്ങനെ ഒരു ലോകം വരാണ്ട്, അങ്ങനെ ഒരു വിചാരണ ഉണ്ട്. ഇതൊക്കെ ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആ ദിവസത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവിടുത്തെ വിജയത്തിനു വേണ്ടി നമ്മൾ എന്തു നേടി? നമ്മൾ ചിന്തിക്കണം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം, 3 വിഭാഗം ആളുകൾ, സലാസത്തുൻ, നാളെ മഹ്ശറാ ലോകത്ത് 3 വിഭാഗം ആളുകളുണ്ട്. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സംസാരിക്കാത്ത 3 വിഭാഗം. അള്ളാഹു അവരോട് മിണ്ടുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ലെന്ന് മാത്രമല്ല, വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് റബ്ബ് തിരിഞ്ഞു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് ശക്തമായ കഠിനമായ ശിക്ഷ അവർക്കുണ്ട്. ഈ വാക്ക് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ഖാല, സ്വഹാബികൾ ചോദിക്കുകയാണ്, ഫഖറഅഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 ആളുകളെ സംബന്ധിച്ച് വിവരിച്ചു കൊടുത്തപ്പോൾ, അല്ലാഹ് തിരിഞ്ഞു നോക്കാത്തവർ, അല്ലാഹ് സംസാരിക്കാത്തവർ, അല്ലാഹ് സംസ്കരിക്കാത്തവർ, സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ, ആരാണ് നബിയേ, ആരാണ് നബിയേ ഇവർ? സലാസത മിറാരിൻ, 3 വിഭാഗം ആളുകളാണവർ. ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാബൂ വഖസിറൂ, ഖാബൂ വഖസിറൂ, അവൻ നശിച്ചിരിക്കുന്നു നബിയെ, അവൻ നശിക്കട്ടെ നബിയെ, അവൻ നാശമടഞ്ഞിരിക്കുന്നു. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ അയാൾ? എന്തു തെറ്റു ചെയ്തതിൻ്റെ പേരിലാണ് അല്ലാഹ് തിരിഞ്ഞു നോക്കാതെ പോയത്? എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അല്ലാഹ് അവരോട് മിണ്ടില്ല എന്ന് പറഞ്ഞത്? എന്തിനാണ് നബിയെ അല്ലാഹ് അവരെ സംസ്കരിക്കൂല എന്ന് പറയാനുള്ള കാരണം എന്താണ് റസൂലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. ഒന്നാമതായി റസൂലുള്ള പറഞ്ഞു, 3 കാര്യങ്ങൾ അവരിൽ പ്രകടമായി. 3 കാര്യങ്ങൾ അവരിൽ പ്രകടമായി. ഒന്ന് അൽ മുസ്ബിലു. അൽ മുസ്ബിലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്താ മുസ്ബിൽ എന്ന് പറഞ്ഞാൽ? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിടച്ചവർ. വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിടച്ചവർ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നിങ്ങൾ നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചു എന്നതിൻ്റെ പേരിൽ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുക. ഇത് പറയുമ്പോൾ നമുക്കൊരു പുച്ഛ. പലരും ചോദിക്കുക, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയാൽ നരകത്തിലോ? ഒരു ഇഞ്ചുമ്മലൊക്കെ സ്വർഗം നരകം തീരുമാനിക്കണമെന്നാണ് ചില ആൾക്കാർ ചോദിക്കുക. ഒരു ഇഞ്ചുമ്മ തന്നെ തീരുമാനിക്കുക. സ്വർഗം നരകം ആ ഒരു ഇഞ്ചുമ്മ തീരുമാനിക്കും. മനസ്സിലായോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഒരു വ്യക്തി കയറി വന്നു. സ്വഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് കിടക്കുകയാണ്. മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന ഉമറിൻ്റെ അടുക്കലേക്ക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു, അയാളുടെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അതേ, ഇർഫ ഇസാറക്, നിന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്കണേ, നിന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ആരുടെയെങ്കിലും നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചാൽ അവൻ്റെ സ്ഥാനം നരകമാണ്. നമുക്ക് നിങ്ങൾ പരലോകത്ത് വിചാരണയുടെ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലവരുടെ മുഖത്ത് നോക്കൂല, ചിലരോട് അല്ലാഹു സംസാരിക്കൂല, ചിലരെ അല്ലാഹു സംസ്കരിക്കൂല. അതിലൊരു വിഭാഗമാണ് അൽ മുസ്ബിലു, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചവരാണവർ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തത് വൽ മന്നാൻ. നോക്കൂ നിങ്ങൾ, വൽ മന്നാൻ വൽ മുനഫിഖു. വൽ മന്നാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ തൻ്റെ കള്ളസത്യം നടത്തുന്ന ആൾക്കാർ, കള്ളസത്യം നടത്തുന്ന ആളുകൾ, മുനഫിഖു സിൽഅതഹു ബിഹൽഫിൽ ഖാദിബ്, കള്ളത്തരം പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുക, നുണ പറയുക, എന്നിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇല്ലാത്ത മഹത്വം പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ സ്ഥലക്കച്ചവടം ചെയ്യൽ. ഇല്ലാത്ത മഹത്വം പറഞ്ഞിട്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ ബ്രോക്കർമാരുണ്ട്. ഞാൻ കുറ്റപ്പെടുത്താനല്ല, സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്. നുണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യരുത്. നുണ പറഞ്ഞിട്ട് ഒരു വസ്തുവിൻ്റെ ന്യൂനത വെളിപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലേ? ചന്തയിലേക്ക് ഇറങ്ങിയ റസൂലുള്ളാഹ് ഗോതമ്പ് കൂട്ടിയിട്ട ഗോതമ്പ് കണ്ടപ്പോൾ, കച്ചവടം കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് സന്തോഷമായി. ആളുകളൊക്കെ നല്ല കച്ചവടത്തിൽ തിരക്കിലാണ്. ഗോതമ്പ് കൂട്ടിയിട്ട ഗോതമ്പിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിയതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അതിൻ്റെ അടിയിലേക്ക് കൈയിട്ടൊരു പിടി കൊണ്ട് വാരി നോക്കുമ്പോൾ നനവാ. റസൂൽ ചോദിച്ചു, എന്താ അത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, റസൂലേ, ഇന്നലെ മഴ പെയ്തല്ലോ റസൂലേ, നനഞ്ഞതാണ്. അപ്പോൾ മുകളിൽ ഉണങ്ങിയതിട്ടിട്ട് ആ കോരിക്കൊടുക്കുന്ന ഭാഗം നനവുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ ന്യൂനത വെളിപ്പെടുത്തി കച്ചവടം ചെയ്തുകൂടെ നിനക്ക്? ഹറാമ് സമ്പാദിക്കണമെന്നാ. ന്യൂനത വെളിപ്പെടുത്താത്ത കള്ളത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നവർ നാളെ പരലോകത്ത് അല്ലാഹു അവരുടെ മുഖത്ത് നോക്കുകയില്ല. സഹോദരങ്ങൾ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് പഠിപ്പിച്ചത് ഹദീസുകളിൽ കാണാം. സഹോദരങ്ങളെ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരെ നാളെ പരലോകത്ത് റബ്ബ് തിരിഞ്ഞു നോക്കൂല. മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരെ അല്ലാഹു നാളെ പരലോകത്ത് തിരിഞ്ഞു നോക്കൂല. ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ നമ്മളുണ്ടോയെന്ന് പരിശോധിക്കുക. യൗമുൽ ഹിസാബ്, ആ വിചാരണയുടെ ദിവസം ഇങ്ങനെ പറഞ്ഞു പോകല്ല. ആ യൗമുൽ ഹിസാബിൽ അല്ലാഹു തള്ളുമെന്ന, പിന്നെ തള്ളിക്കളയുന്ന വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ പ്രധാനികളാണിവർ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ആളുകളെ വഞ്ചിച്ച് ഞാൻ കച്ചവടം നടത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. മാതാപിതാക്കളെ നന്നായി പരിചരിക്കുക, നന്നായി പരിചരിക്കുക.
സഹോദരങ്ങളെ, ഈ രൂപത്തിലേക്കൊക്കെ ഇബാദത്തുകളെ കൃത്യമായി നല്ല രൂപത്തിൽ നമ്മുടെ അമലുകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വിജയിക്കുന്നവരായി നമുക്ക് മാറാം. യൗമുൽ ഹിസാബ്, വിചാരണയുടെ നാൾ അടുത്തു തന്നെയുണ്ട്. വിചാരണയുടെ ദിനരാത്രങ്ങൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ ദിവസത്തെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും നമ്മുടെ കൽബിലെപ്പോഴും ഉണ്ടാവണം. ആ ദിവസത്തിന് വേണ്ടിയാണ് അമലുകളെ തൂക്കിക്കണക്കാക്കുന്ന രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ ചില ആളുകളെ തന്നെ തുലാസിൽ തൂക്കുമെന്നാണ്, ചില ആളുകളെ തന്നെ തുലാസിൽ തൂക്കുമെന്നാണ്, ചില ആളുകളുടെ നന്മകളും തിന്മകളും തൂക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരു തട്ടിൽ അവരുടെ നന്മയുടെ ഏടും മറ്റൊരു തട്ടിൽ അവരുടെ തിന്മയുടെ ഏടും അവരുടെ കരങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഒരു തുലാസിന്റെ രണ്ട് തട്ടുകളിൽ ഒരു തട്ടിൽ നന്മയുടെ ഏടാണ്, മറ്റൊരു തട്ടിൽ തിന്മകളുടെ ഏടാണ്. തിന്മകളുടെ ഏട് കനം തൂങ്ങുന്നവന്റെ കാര്യം പ്രതിസന്ധിയിലാണ്. യൗമുൽ ഹിസാബിന്റെ ദിവസത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർണ്ണിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവരുണ്ട്. അള്ളാഹു കിതാബ് കൊടുക്കുന്നത് വലത്തെ കയ്യിലാണ്. ചില ആളുകൾക്ക് പിറകുവശത്തിലൂടെ ഇടത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവരുണ്ട്. അവർ വരും, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. എൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക്, എൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക്. വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയവൻ ചാടിത്തുള്ളി സന്തോഷിക്കുമെന്നാണ്. അവൻ്റെ അമലുകൾ അവൻ്റെ തുലാസിൽ കനം തൂങ്ങിക്കഴിഞ്ഞു. അവൻ്റെ ഏടവൻ്റെ കരങ്ങളിൽ കിട്ടിയത് നല്ല ലക്ഷണമാണ്. വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുക എന്നത് അത് തൻ്റെ വലത്തെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെ തുള്ളുമെന്നാണ്. എൻ്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്ക്, ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷിക്കുമെന്നാണ്. സന്തോഷം അവനിൽ പ്രകടമാവുകയാണ്. സഹോദരങ്ങളെ, ആനന്ദിക്കുന്ന സന്തോഷിക്കുന്ന വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയവൻ്റെ ആനന്ദം. ഇടത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയവനോ അവൻ വിലപിക്കുകയാണ്, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ് പടച്ചോനെ, ഇതെന്തൊരു ഗ്രന്ഥമാണല്ലാ. ലാ യുഗാദിർ സഗീറത്തൻ വലാ കബീറാ. ഞാൻ ചെയ്ത ചെറുതും വലുതുമായ ഒരു സംഭവവും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ അല്ലാ. എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയല്ലോ. ഞാൻ എൻ്റെ ഉമ്മാന്റെ മുഖത്തേക്ക് തുറിപ്പിച്ച് നോട്ടം നോക്കിയതുപോലും അല്ലാ നീ വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ റബ്ബേ. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. നോക്കൂ നിങ്ങൾ, അങ്ങനെ കിതാബ് കയ്യിൽ കിട്ടുന്നവർ. മറ്റൊരു ഹദീസ് കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ചില ആളുകളുടെ ഗ്രന്ഥമല്ല കൊണ്ടുവരും, അവൻ്റെ തിന്മകളും നന്മകളും തൂക്കിക്കണക്കാക്കുമ്പോൾ തിന്മയുടെ ഏടാണ് കനം തൂങ്ങുന്നത്. തിന്മകളുടെ ഭാഗമായിരിക്കും അവൻ്റെ കനം തൂങ്ങുന്ന ഭാഗം. കൂടുതലും അവൻ്റെ കരങ്ങളിൽ തിന്മയാണ്. അവൻ്റെ ഏട് വായിക്കാൻ വേണ്ടി അവൻ്റെ കരങ്ങളിൽ കൊടുത്തതിനു ശേഷം ആ ഏടിങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഈ മനുഷ്യൻ പറയുന്ന വർത്തമാനമുണ്ട്. ഈ മനുഷ്യനോട് അല്ലാഹു ചോദിക്കുമത്രേ, നീ ചെയ്തതിൽ തിന്മയാണല്ലോ കൂടുതൽ. 99 ഏടുകൾ എന്ന ഹദീസിൽ കാണാം. 99 ഏടുകൾ അവൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ആ ഏടുകൾ വായിക്കാൻ വേണ്ടി പറയും. ഒരു ഏടിൻ്റെ വലിപ്പം കണ്ണെത്തും ദൂരം വരെ വിശാലമാണ്. ആ ഏടുകളിൽ അവൻ്റെ നന്മ തിന്മകളെ തൂക്കി അവൻ്റെ നന്മ തിന്മകൾ എഴുതിയിട്ട് അത് വായിക്കുമ്പോൾ തിന്മകളാണ് ഭൂരിപക്ഷവുമെങ്കിൽ അവനോട് അല്ലാഹു ചോദിക്കുന്നു, സ്വർഗത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു ചാൻസ് നിനക്ക് കാണുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് എന്തെങ്കിലും ഒരു വഴി? ഏട് വായിച്ച വ്യക്തി പറയും, പടച്ചോനെ ഞാനൊന്നും കാണുന്നില്ലല്ലോ റബ്ബേ, ഇതിലൊരു ചാൻസും ഞാൻ കാണുന്നില്ലല്ലോ അല്ലാ. പടച്ചോനെ എന്നെ നീ ദൗർഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തരുത് റബ്ബേ. പറഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, തോല് കൊണ്ടുള്ള ഒരു ബിത്താക്ക, തോല് കൊണ്ടുള്ള ഒരു ഏട് കൊണ്ടുവന്നവൻ്റെ കൈകളിൽ കൊടുക്കും. ഇത് നീ വായിക്ക്. ആ തോല് കൊണ്ടുള്ള ഏട് വായിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ ലഫ്ളാണ്, ആ വാക്കുകളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ആ സമയത്ത് ഈ മനുഷ്യനോട്
ഈ മനുഷ്യനോടല്ല സംസാരിക്കുന്നതല്ല പറയുന്നതല്ലെങ്കിൽ അവിടെ നിന്നുള്ള നിർദ്ദേശം എന്തെന്നറിയുമോ? ഈ ഏട് നീ ചൊല്ലിയ കെലിമത്താണ്. ഇത് നീ ആത്മാർത്ഥമായി ചൊല്ലിയതും നിന്റെ ജീവിതത്തിൽ പകർത്തി നീ തൗഹീദ് സ്വീകരിച്ച് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നീ ജീവിച്ചവനാണ്. ഈ കെലിമത്ത് നിന്റെ ജീവിതത്തിൽ ഉരുവിട്ടവനാണ്. നിന്റെ ജീവിതത്തിൽ പാപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ പാപങ്ങളെക്കാൾ ഈ ഒരു ഏടും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏടും ഇയാളുടെ 99 ബിതാഖകളും ഒരു തുലാസിൽ 99 പാപത്തിന്റെ കറകൾ എഴുതി വെച്ച ആ ഏട് ഒന്നിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ ഏടൊന്നിലും ഒരു തുലാസിലും വെക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കനം തൂങ്ങുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കനം തൂങ്ങുമെന്നാണ്. തൗഹീദ് വ്യക്തമാകണം, തൗഹീദ് ക്ലിയർ ആവണം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അബദ്ധം പറ്റിക്കൂടാ. നമ്മുടെ നാടുകളിൽ ഇന്നും തീരുമാനമായിട്ടില്ല ഏതാണ് ശിർക്ക്, ഏതാണ് തൗഹീദ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏതൊക്കെയാണ് ശിർക്ക്, ഏതൊക്കെയാണ് തൗഹീദ്. ഇന്നും തീരുമാനമായിട്ടില്ല. ഇങ്ങനെ നടക്കാണ്. ദീന് പഠിക്കണില്ല, ദീന് മനസ്സിലാക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗം കനം തൂങ്ങുമ്പോ ആ കാരണം കൊണ്ട് അയാൾക്ക് സ്വർഗം അനുവദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന ഹദീസ് കാണാം. ഹദീസ് സ്വഹീഹാണ്. ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിച്ചവനാണ് അയാൾ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിച്ചവനാണ്. അവസാനം നന്നാവാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ജീവിതം ധന്യമാകാം, നാളെ പരലോകം രക്ഷപ്പെടാം. ആഖിറം നന്നാക്കണം. പരലോകം നന്നാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം നന്നാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ചില ആളുകൾ മുഅ്മിനായി ജീവിക്കും, മരിക്കുന്ന നേരത്ത് കാഫിറായി മരിച്ചു പോകും. ചില ആളുകൾ ഫാസിഖായി ജീവിക്കും, മരിച്ചു പോകുന്ന സമയത്ത് കാഫിറും ഫാസിഖുമായി ജീവിക്കും, മരിക്കുന്ന നേരത്ത് മുഅ്മിനായി മുസ്ലിമായി മരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, അസ്ലമ വതാബ, അവർ ഇസ്ലാം സ്വീകരിക്കുകയും തൗബ ചെയ്യുകയും ചെയ്തു, എന്നിട്ട് മരണപ്പെട്ടപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. മൻകാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടുന്നത് അവന്റെ സ്ഥാനം സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാവണം. അതിന് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഹിസാബിന്റെ ദിവസം, വിചാരണയുടെ ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കനം തൂങ്ങുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണം അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടേക്കാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, എല്ലാ പാപങ്ങളും അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്കല്ല പുറത്തു കൊടുക്കും, ശിർക്ക് ഒഴികെ. ശിർക്ക് ചെയ്തിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അവന് ഒരു കാരണവശാലും അല്ലാഹ് പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, യൗമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസം സാന്നിധ്യത്തിലുണ്ട്, അടുത്തു തന്നെയുണ്ട്. ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ, അത് വിദൂരത്തല്ലെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കോ, ആ ദിവസത്തേക്ക് വേണ്ടി തയ്യാറാവണം. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സംസാരം എവിടെ അവസാനിപ്പിക്കുമ്പോ നമ്മുടെ കൽബിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മുടെ ഇബാദത്തുകളുടെ കാര്യം, ആ വിചാരണയുടെ ലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യാറുണ്ടോ? സ്വർഗം മുന്നിൽ കണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇബാദത്ത് ചെയ്യാറുണ്ടോ? പരിശോധിക്കണം. ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കാനല്ല, സുജൂദിൽ കിടന്നിട്ട് റബ്ബേ നിനക്ക് വേണ്ടിയാണല്ലാ എൻ്റെ നിസ്കാരം, നിനക്ക് വേണ്ടിയാണ്, എനിക്ക് സ്വർഗം വേണമല്ലാ, എനിക്ക് സ്വർഗം തരണമല്ലാ എന്ന് അള്ളാഹിനോട് ചോദിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, ചോദിക്കാറുണ്ടോ? ഒരു പുണ്യം ചെയ്യുമ്പോൾ ആ പുണ്യകർമ്മം എനിക്ക് സ്വർഗം കിട്ടാനാണ്, എൻ്റെ സ്വർഗം എനിക്ക് വേണമെന്ന് അള്ളാഹിനോട് നമ്മൾ ചോദിക്കാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യമാണത്. നിരന്തരം നമ്മുടെ നാവുകളിൽ നിന്ന് ചോദിച്ചു കൊണ്ടിരിക്കണം, അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാ, ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റബ്ബേ, വിചാരണയുടെ ലോകം, വിചാരണയുടെ നാൾ എനിക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. റസൂലുള്ളാഹി പറയാറുണ്ട്, അല്ലാഹുമ്മ ഹസ്ബിനി ഹിസാബൻ യസീറാ, അല്ലാഹുവേ വിചാരണ എനിക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. ആരാ ചോദിക്കുന്നത്? മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹാസിബിനി ഹിസാബൻ യസീറാ, നാളെ പരലോകത്തെ വിചാരണ എനിക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്? റസൂലേ,
ഹാസിബിനി ഹിസാബൻ യസീറാ, വിചാരണ എളുപ്പമാക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ നബിയേ? എങ്ങനെയാണ് വിചാരണ എളുപ്പമായി കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ, വിചാരണ എളുപ്പമാകുന്നത് നമ്മുടെ ഏട് റബ്ബ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഏടിനെ അള്ളാഹു മാറ്റിവെച്ച് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന വിഭാഗമുണ്ടവിടെ. കണക്കല്ലാത്ത പ്രതിഫലം നൽകുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അതേ, കുല്ലു അമലിബ്നി ആദമ അമലൻ അൻജാലഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, കുല്ലു അമലിബ്നി ആദമ അമലൻ, എല്ലാ അമലുകളും അവനുള്ളതാണ്, ഇല്ല സിയാം, നോമ്പൊഴികെ. നോമ്പുകാരനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു, നോമ്പുകാരനെ നോക്കൂ നിങ്ങൾ, റസൂലുള്ള പഠിപ്പിച്ചത്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സീ ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ആ പ്രതിഫലം എന്താണ്? അള്ളാഹു എല്ലാ അമലുകൾക്കും അല്ല തന്നെയല്ലേ പ്രതിഫലം നൽകുന്നത്. എന്തേ നോമ്പിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ? നോമ്പിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ അതിനൊരു പ്രത്യേക പുണ്യമുണ്ട്. ഈ രൂപത്തിൽ അതിൻ്റെ പുണ്യം വർണ്ണിക്കാൻ പറ്റിയതല്ല. അത് കണക്കല്ലാത്ത പ്രതിഫലമാണ് നോമ്പുകാരൻ അല്ല നിശ്ചയിച്ചിട്ടുള്ളത്. കണക്കല്ലാത്ത പ്രതിഫലമാണ്. നോമ്പുകാരൻ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണവർ. റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാന്റെ മാർഗത്തിൽ നോമ്പെടുത്തവന്റെ പുണ്യം വിചാരണയുടെ ലോകത്ത് അല്ല കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കുന്നു. മറ്റൊരു വിഭാഗമാണ് കണക്കല്ലാതെ പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു വിഭാഗമാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കളായ ആളുകൾ, സ്വബറിന്റെ വക്താക്കൾ, ക്ഷമിക്കുന്നവർ. പരീക്ഷണങ്ങൾ വരാം, പേടിപ്പെടുത്തിക്കൊണ്ട് പരീക്ഷണം വരാം, ഭീതിജനകമായ അന്തരീക്ഷങ്ങളിൽ ജീവിക്കേണ്ട ഗതികേട് വരാം. കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിൽ, ഇടപെടലുകളിൽ എല്ലായിടത്തും പരീക്ഷണങ്ങൾ നേരിടാം. ഈ സന്ദർഭങ്ങളിലൊക്കെ ക്ഷമിക്കുന്നവരാരാണോ, സഹിക്കുന്നവരാരാണോ, അല്ലാഹ്ക്ക് വേണ്ടി സ്വബർ കൈക്കൊള്ളുന്നവരാരാണോ, അത്തരം ആളുകൾക്ക് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അവർക്കല്ല കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കും. അല്ല എണ്ണം തിട്ടപ്പെടുത്തുന്നില്ല, അല്ല കണക്കല്ലാതെ പ്രതിഫലം കൊടുക്കുകയാണ് യൗമുൽ ഹിസാബിന്റെ ദിവസം. അപ്പൊ സുബറിന്റെ വക്താക്കൾക്ക്, നോമ്പുകാരന്, ഇങ്ങനെയൊക്കെ അല്ലാഹു എടുത്തു പറഞ്ഞ ഈ വിഭാഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. എല്ലാ അർത്ഥത്തിലും ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ വിജയിക്കാം, എങ്കിൽ രക്ഷപ്പെടാം. നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് പരിശോധിക്കുക. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, ഇതൊക്കെ സബറോട് കൂടിയാണോ, ഇതൊക്കെ ക്ഷമയോട് കൂടിയാണോ നമ്മൾ പരിശോധിക്കുക, അല്ലേ? നമ്മൾ പരിശോധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയതാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വഹാബികൾ ഈ യൗമുൽ ഹിസാബിനെ സംബന്ധിച്ച് അവരുടെ കൽബിൽ വല്ലാത്തൊരു ചിന്തയും ഒരു ഹൃദയത്തിൽ എപ്പോഴും ഒരു പുനർവിചാരം അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അമലുകൾ ചെയ്താൽ അല്ലാഹ് ഇത് സ്വീകരിക്കും, പടച്ചോനെ, എൻ്റെ അമൽ എന്നിൽ നിന്ന് ബാത്തിലാകുമോ എന്ന് പേടിക്കായിരുന്നു സഹാബത്ത്. ഒന്ന് രണ്ട് ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്ലാമിക ചരിത്രത്തിൽ തുസ്തർ എന്നൊരു യുദ്ധം കഴിഞ്ഞു. 1.5 വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധമാണ് തുസ്തർ. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് പങ്കെടുത്ത യുദ്ധം ഒരു പേർഷ്യയിലെ ഒരു കോട്ട പിടിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന യുദ്ധമാണ് തുസ്തർ. 1.5 കൊല്ലക്കാലം നീണ്ടുനിന്ന യുദ്ധം. പൂർണ്ണമായും മുസ്ലിം സമൂഹത്തിന് വിജയമാണ്. പക്ഷേ യുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുസ്തർ എന്ന് പേര് കേൾക്കുമ്പോഴേക്ക് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് കരയും. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയും. അദ്ദേഹം വിതുമ്പാൻ തുടങ്ങും. ആളുകൾ ചോദിച്ചു, അനസേ, എന്താ അനസേ ഇങ്ങനെ കരയണത്? പല തവണ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, തുസ്തർ എന്ന പേര് കേൾക്കുമ്പോഴേക്ക് എന്തേ നിങ്ങൾ കരയാനുള്ള കാരണം? ഒരുപാട് തവണ നോക്കിങ്ങൾ, ഒരുപാട് തവണ കരയാനുള്ള കാരണം എന്താ? അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് മറുപടി നൽകിയത്, പൂർണ്ണമായും വിജയം കിട്ടിയ യുദ്ധത്തിൻ്റെ വിജയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ കരയാനുള്ള കാരണം 1.5 വർഷക്കാലം നീണ്ടുനിന്ന തുസ്തർ യുദ്ധത്തിലെ ഇടയിലെ ഒരു ദിവസത്തിലാണ് ആദ്യമായും അവസാനമായും എൻ്റെ സുബഹിൻ്റെ ജമാഅത്ത് ഒറ്റത്തവണ നഷ്ടപ്പെട്ടത്. ഒറ്റത്തവണ. അത് ഈ തുസ്തറിൻ്റെ ഇടയിലെ ഒരു ദിവസത്തിലാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ എൻ്റെ ആ നിസ്കാരം കാരണം എൻ്റെ റബ്ബെനിക്ക് എൻ്റെ സ്വർഗം തടയപ്പെടുമോ എന്ന പേടിയാണ് എനിക്കെന്ന് മഹാനായ അനസ് ബിൻ മാലിക് ഹിസാബിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, വിചാരണയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിക്കുന്നിടത്ത് കാണാം,
സഹാബത്തിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള പരലോകത്തെക്കുറിച്ച് ചിന്തയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. യൗമുൽ ഹിസാബിനെ കുറിച്ച് അവരുടെ കൽബിലുള്ള വിചാരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. മഹാനായ അത്താ ഉസ്സലമ പുതപ്പ് നെയ്ത് കൊണ്ടുവരുന്ന സ്വഹാബിയാണ്. പുതപ്പ് നെയ്ത് കൊണ്ടുവന്ന് സ്വഹാബികളുടെ മുന്നിൽ വിരിച്ചിട്ടിട്ട് കച്ചവടം ചെയ്യുകയാണ്. അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നു. സ്വന്തം കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ വിരിപ്പുകളാണ് അദ്ദേഹം വിറ്റുകൊണ്ടിരിക്കുന്നത്. മഹാനായ സ്വഹാബി അതിങ്ങനെ വിരിച്ചിട്ടിട്ട് അത് കച്ചവടം ചെയ്യുന്ന സമയത്ത് വാങ്ങാൻ ഉദ്ദേശിച്ചൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഇതിൽ ന്യൂനതയുണ്ടല്ലോ തായേ, ഈ പുതപ്പിൽ കുറച്ച് നൂല് വിട്ട ഭാഗമുണ്ടല്ലോ, നീ ചെയ്ത ഈ ഡെക്കറേഷൻ, ഈ തുന്നിപ്പിടിപ്പിച്ച പൂവിന്റെ ഭാഗം, ഈ ഡെക്കറേഷന്റെ ഭാഗം അതൊരു ഇപ്പുറത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മൾ പറയുമല്ലോ ന്യൂനത. പുതപ്പ് വിരിച്ചിട്ടതിന് ന്യൂനത പറഞ്ഞപ്പോ മഹാനായ അത്താ ഉസ്സലമ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുകയാണ്. അത്താഇന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അത്താഇനോട് ചോദിച്ചു, അത്താഏ നീ കരയല്ല, അത്താഏ നീ ചോദിച്ച വില ഞാൻ തരാം. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, നീ ചോദിച്ച വില ഞാൻ നിനക്ക് തരാം. നീ എന്തിനാണ് അത്താഏ കരയുന്നത്? അത്താ ഉസ്സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം നിങ്ങൾ എൻ്റെ പുതപ്പിൻ്റെ ന്യൂനത പറഞ്ഞത് കൊണ്ടല്ല. എൻ്റെ പുതപ്പിൻ്റെ ന്യൂനത നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് യൗമുൽ ഹിസാബിനെ കുറിച്ചാണ്, വിചാരണയുടെ ദിവസത്തെക്കുറിച്ചാണ്. അന്നത്തെ ദിവസം എൻ്റെ അമലുകൾ തൂക്കിക്കണക്കാക്കുമ്പോൾ, എൻ്റെ നന്മകളെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ വിരിച്ചിടുമ്പോൾ, നിങ്ങൾ എൻ്റെ പുതപ്പിലേക്ക് ന്യൂനത പറഞ്ഞതുപോലെ എൻ്റെ ഇബാദത്തിലേക്ക് നോക്കിയിട്ടെങ്ങാനും എൻ്റെ റബ്ബ് ന്യൂനത പറഞ്ഞാലോ, അത്തായേ നിന്റെ നിസ്കാരത്തിൽ ഇഖ്ലാസിൻ്റെ കുറവുണ്ടല്ലോ, അത്തായേ നിന്റെ നോമ്പിൽ ഇഹ്സാനിൻ്റെ കുറവുണ്ടല്ലോ, അത്തായേ നിന്റെ ദുആയിൽ, നിന്റെ പ്രവർത്തനങ്ങളിൽ ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും ഇഹ്സാനിൻ്റെയും ഇത്തിബാഇൻ്റെയും ഒക്കെ കുറവ് കാണുന്നുണ്ടല്ലോ അത്തായേ എന്നെങ്ങാനും എൻ്റെ റബ്ബെങ്ങാനും എൻ്റെ അമലിലേക്ക് നോക്കി ന്യൂനത പറഞ്ഞാൽ രണ്ടാമത് ഈ ഭൂമിയിൽ വന്ന് ഇബാദത്ത് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടാവില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് അത്താ ഉസ്സലമ റളിയല്ലാഹു അൻഹു. ഒരു പുതപ്പിൻ്റെ ന്യൂനത പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്ത പോയത് യൗമുൽ ഹിസാബിലേക്കാണ്, വിചാരണയുടെ നാളിലേക്കാണ്. എല്ലാം ചോദ്യം ചെയ്യപ്പെടും സഹോദരങ്ങളെ. നമ്മുടെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ സമ്പത്ത് ചോദിക്കും, നമ്മുടെ ഒഴിവ് സമയത്തെക്കുറിച്ച് ചോദിക്കും. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും അവഗണിച്ച് കളയുന്ന രണ്ട് നിഅമത്തുകളുണ്ട്. അസ്സിഹ്ഹതു വൽ ഫറാ, ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവ് സമയമാണ്. ഇത് രണ്ടും അല്ലാഹുവിൻ്റെ കോടതിയിൽ വിചാരണ ഉണ്ടാകും. സമ്പത്ത് എങ്ങനെ ചെലവഴിച്ചു ചോദിക്കാതൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റൂല. നിന്റെ ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു ചോദിക്കാതെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. നിന്റെ ഒഴിവ് സമയം നീ എങ്ങനെ ചെലവഴിച്ചു അള്ളാന്റെ അടുക്കൽ ഉത്തരം പറയാതെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഉമറിന്റെ മനസ്സ് നെടുങ്ങിയത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. ഒരു അറാബി വന്നിട്ട് ഉമറിനോട് പറയാണ്, ഉമറേ കുപ്പായമില്ല, എനിക്ക് 2 പെൺകുട്ടികളാണ്, വസ്ത്രമില്ല ഉമറേ, താങ്കൾ ഭരണാധികാരിയല്ലേ, എനിക്ക് വസ്ത്രം വേണം ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തന്നില്ല എങ്കിൽ നീ എന്താക്കും? ഞാൻ തരുന്നില്ല, എന്താ ചെയ്യാ? ഈ മനുഷ്യൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല ഉമറേ, ഇമ്മാ ഇലന്നാരി വ ഇമ്മൽ ജന്ന, സ്വർഗമുണ്ട് ഉമറേ, നരകമുണ്ട് ഉമറേ, വിചാരണയുടെ ലോകമുണ്ട് ഉമറേ. അന്ന് ഞാൻ വരും, യൗമുൽ ഹിസാബിന്റെ ദിവസം എൻ്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ വരും ഉമറേ. അന്ന് നീ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും ഉമറേ. ഇത് കേൾക്കേണ്ട താമസം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങുന്നു. ഉമറിന്റെ മുഖം ചുവക്കുന്നു, ഉമറിന്റെ കൈകൾ നടുങ്ങുന്നു. ഇട്ട കുപ്പായം ഉമർ റളിയല്ലാഹു അൻഹു അഴിച്ചു മാറ്റിയിട്ട് ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പം ഇതേ ഉള്ളൂ, ഇത് നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഖജനാവിൽ നിന്ന് ഞാൻ ആളുകളുമായി ചർച്ച ചെയ്തിട്ട് വല്ലതും തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ഇതേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ, ഇത് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് ഉമറിൻ്റെ കയ്യിലുള്ളത് എടുത്തു കൊടുക്കുകയാണ്. സംസാരിച്ചത് തമാശയാണെങ്കിലും വിചാരണയെക്കുറിച്ച് കേട്ടപ്പോൾ ഉമറിൻ്റെ കൽബ് നടുങ്ങി. സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് കേട്ടപ്പോൾ കൽബ് നടുങ്ങി. സഹോദരങ്ങളെ, ഇതാണ് സ്വഹാബികൾ ഹിസാബിനെ മനസ്സിലാക്കിയ രൂപം. അതാണ് നമ്മളോ യൗമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസം എന്ന് പറഞ്ഞാൽ അത് ചില്ലറയല്ല, അത് ചെറുതല്ല. ഈ ഒരൊറ്റ ചിന്തയാണ് ഉമറിന്റെ ഭരണം ഏറ്റവും നല്ല ഭരണമായി മാറിയതെന്ന്
ചരിത്രത്തിൽ നമുക്ക് കാണാം, സുബഹിന്റെ നിസ്കാരം കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് പോവുകയാണ്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സ്വഹാബത്തിന് സംശയമുണ്ട്, എങ്ങോട്ടാ ഉമർ പോണത്? നിസ്കരിച്ച ഉടനെ പോവുകയാണ്, എന്നും രാവിലെ പോകുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര സംശയം. ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്നാലെ പോയി. ഉമർ അറിയാതെ ഉമറിനെ പിന്തുടർന്നു. ഒരു കൂരയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. കുറേ നേരം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒളിഞ്ഞിരുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെന്നു. ആ വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ, വയോവൃദ്ധയായ ഒരു സ്ത്രീ, കണ്ണു കാണാത്ത ആ ഉമ്മയുടെ അടുക്കൽ, അതേ വയോവൃദ്ധയായ സ്ത്രീയുടെ അടുക്കലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ, ആരാണുമ്മ ഇവിടെ വന്നത്? എന്തിനാണ് അയാൾ ഇങ്ങോട്ട് വരുന്നത്? ഉമ്മ പറഞ്ഞു, ആരാണെന്നറിയില്ല മോനെ, അയാളാണ് എൻ്റെ വസ്ത്രമലക്കാറുള്ളത്, അയാളാണ് എന്നെ ശുദ്ധിയാക്കാറുള്ളത്, എൻ്റെ വീട് വൃത്തിയാക്കി തരും, ദിവസവും രാവിലെ വന്നിട്ട് ആ വന്ന വ്യക്തിയാണ് എൻ്റെ വസ്ത്രമലക്കി തരുന്നത്, ആ വന്ന വ്യക്തിയാണ് എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നത്, എല്ലാം ആ വ്യക്തിയാണ്, ആരാണെന്ന് എനിക്കറിയില്ല മോനെ. എന്നിട്ട് ത്വൽഹാനോട് ആ ഉമ്മ പറയാണ്, ആരെന്നറിയില്ല മോനെ, ഒരു കാര്യം ഉറപ്പാണ്, ആ വന്നത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരിയായ ഉമറിനേക്കാൾ നല്ല മനുഷ്യനാണ് മോനെ, ഉമറിനേക്കാൾ നല്ല മനുഷ്യനാണ് മോനെ. വന്നത് ഉമറാണെന്ന് പോലും ആ ഉമ്മാക്കറിയില്ല. ആഖിറത്തിൽ വിചാരണയുണ്ട് എന്ന ബോധമാണ് ഉമറിൻ്റെ മനസ്സിൽ. ആളുകളെ കാണിക്കാനല്ല ഇബാദത്തെന്ന് മനസ്സിലാക്കിയ ഉമർ ഒറ്റയ്ക്ക് രഹസ്യമായി ഒരു ഭരണാധികാരി ചെയ്യുന്ന പ്രവർത്തനമാണ്. പുറത്തേക്കിറങ്ങിപ്പോയിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ കുറ്റബോധത്തിൻ്റെ ആഴം, ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആ കുറ്റബോധത്തിൻ്റെ ആഴം കൊണ്ട് ത്വൽഹ പറഞ്ഞുപോയി, സഖിലത്തുക ഉമ്മുക യാ ത്വൽഹ, ത്വൽഹ നിന്റെ ഉമ്മാനെ നിനക്ക് നഷ്ടപ്പെടട്ടെ ത്വൽഹ. ആസറാത്തി ഉമറ തൽതമിസ്, ഉമറിൻ്റെ കുപ്പായ കൈയിൻ്റെ നീളക്കുറവ് നോക്കി നടന്ന ത്വൽഹത്തെ, നിനക്ക് നിന്റെ ഉമ്മയെ നഷ്ടപ്പെടട്ടെ ത്വൽഹത്തെ എന്ന് സ്വർഗത്തിന് വേണ്ടി, വിചാരണയുടെ ലോകത്തെ വിജയത്തിന് വേണ്ടി അമൽ ചെയ്യുന്ന ഉമറിന്റെ കുപ്പായ കൈയിന്റെ നീളക്കുറവ് നോക്കി നടന്ന ത്വൽഹത്തെ, നിന്റെ ഉമ്മാനെ നിനക്ക് നഷ്ടമാകട്ടെ ത്വൽഹ എന്ന് സ്വന്തം ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇതായിരുന്നു സ്വഹാബികൾ. ആഖിറത്തിന്റെ കാര്യത്തിൽ അവരുടെ ബോധമതായിരുന്നു. ഒരു പെണ്ണ് വ്യഭിചരിച്ചു എന്ന ചർച്ച നമ്മൾ കേട്ടിട്ടില്ലേ? മദീന റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നു, വ്യഭിചാരിണിയാണവൾ. റസൂലിനോട് വന്നിട്ട് പറയാണ്, റസൂലേ, ഞാൻ വ്യഭിചരിച്ചവളാണ് നബിയെ, എന്നെ ശുദ്ധീകരിക്കണം റസൂലേ, ത്വഹിർനീ യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ മുഖം തിരിച്ചു. വീണ്ടും ആ പെണ്ണിങ്ങോട്ട് വന്നു, ത്വഹിർനീ യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചവളാണ് നബിയെ, എന്നെ ശുദ്ധീകരിക്കണേ റസൂലേ. എന്താണ് ശുദ്ധീകരണം? നാളെ റബ്ബിന്റെ വിചാരണയുടെ ലോകത്ത് നരകത്തിലേക്ക് എറിയപ്പെടുന്നവളായി ഞാൻ മാറാതിരിക്കാൻ അല്ല നിശ്ചയിച്ചിട്ടുള്ള ഈ ദുനിയാവിലെ ശിക്ഷ ഏറ്റുവാങ്ങണം. അതേ, വിവാഹം കഴിച്ച ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ റജമാണ് ശിക്ഷ, എറിഞ്ഞു കൊല്ലലാണ് ശിക്ഷയുടെ വിധി. എറിയാൻ വേണ്ടി റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ് ശിക്ഷ നടപ്പിലാക്കാൻ. അള്ളാഹിന്റെ റസൂൽ സമ്മതിച്ചില്ല. മുഖം തിരിച്ചു സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പെണ്ണിന് തലക്ക് വല്ല സുഖമുണ്ടോ ഒന്ന് നോക്കാൻ വേണ്ടി പറയാണ്. അന്വേഷിച്ചവൾക്ക് കുഴപ്പമില്ല. ആ പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞേച്ചു. സ്വഹാബികളെല്ലാവരും നൽകിയ മറുപടി ഒന്നാണ്, റസൂലേ, അവൾ വ്യഭിചരിച്ചിട്ടുണ്ട്, അവളെ വയറ്റിൽ ഒരു കുട്ടിയുണ്ട് റസൂലേ, ഒരു ചെറിയ പൈതലുണ്ട്, അവൾ ഗർഭിണിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നീ പ്രസവിച്ച ശേഷം വാ, നീ ഗർഭിണിയാണ്, പ്രസവിച്ചതിന് ശേഷം വരണം. ആ പെണ്ണിനെ പറഞ്ഞേച്ചു. പ്രസവിച്ചതിന് ശേഷം ചോര പൈതലിനെ കയ്യിൽ പിടിച്ചിട്ട് വീണ്ടും വന്നു. 10 മാസത്തോളം റസൂലുള്ള അവധി കൊടുത്തിട്ടും ആ പെണ്ണിന്റെ ഹൃദയത്തിലെ കുറ്റബോധം തീർന്നിട്ടില്ല. നാളെ യൗമുൽ ഹിസാബിന്റെ ദിവസത്തിൽ, വിചാരണയുടെ ദിവസത്തിൽ ഞാൻ കുറ്റവാളികളുടെ കൂട്ടത്തിലാകുമോ എന്ന പേടി ആ പെണ്ണിന്റെ കൽബിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. കൽബിന്റെ ആ പേടി കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ചോര പൈതലിനെ കയ്യിൽ പിടിച്ചു വന്നപ്പോ അള്ളാഹിന്റെ റസൂൽ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ഈ കുട്ടി മുല കുടിക്കുന്ന പ്രായമാണ്, അവളുടെ മുലകുടി തീരട്ടെ പറഞ്ഞേച്ചു. 2 കൊല്ലക്കാലം 2 വർഷമല്ലേ മുലകുടി പ്രായം, ആ മുലകുടിക്കാനുള്ള 2 വർഷം വീണ്ടും അവസരം കൊടുത്തു. 2 കൊല്ലം കഴിഞ്ഞ് മുലകുടി മാറിയ കുട്ടിയെ കയ്യിൽ പിടിച്ച് ചരിത്രത്തിൽ കാണാം, ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിരുന്നു. എൻ്റെ കുട്ടി റൊട്ടി തിന്നാനുള്ള പ്രായമായെന്ന് കുഞ്ഞിനെ ബോധ്യപ്പെടുത്ത റസൂലുള്ളാഹിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇതാ നബിയെ എൻ്റെ കുട്ടി, ഇതാ റസൂലേ എൻ്റെ കുട്ടി, ശിക്ഷ നടപ്പിലാക്കുമോ നബിയെ? ശുദ്ധീകരിക്കുമോ നബിയെ? സഹിക്കാനാവുന്നില്ല റസൂലേ, നാളെ പരലോകം ബാത്തിലാകുമോ എന്ന് പേടിയുണ്ട് നബിയെ.
അള്ളാഹിൻ്റെ റസൂൽ ആ കുട്ടിയെ വാങ്ങിയിട്ട് സ്വഹാബത്തിനെ ചുമതല ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനൊരു കുഴിയിൽ ഇറക്കി നിർത്തിയിട്ട് സ്വഹാബത്തിനോട്, നോക്കൂ, നിങ്ങൾ അള്ളാഹിൻ്റെ തീരുമാനമാണ് നടപ്പിലാകുന്നത്, ആ കൃത്യമായ നിർവഹണം. സ്വഹാബത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട സ്വഹാബികളുടെ കൈകളിൽ കല്ലുകൾ കൊടുത്ത് എറിയാനുള്ള വിധി പുറപ്പെടുവിപ്പിക്കുമ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കല്ലുണ്ട്. ഖാലിദിൻ്റെ കയ്യിലുള്ള കല്ലുകൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ എറിഞ്ഞപ്പോൾ ഖാലിദിൻ്റെ കല്ല് പെണ്ണിൻ്റെ തലയിൽ തട്ടിയിട്ട് രക്തം ഖാലിദിൻ്റെ കുപ്പായത്തിലേക്ക് തെറിച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു കുപ്പായം ഇങ്ങനെ വളർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഛേ, ഒരു വ്യഭിചാരി പെണ്ണിൻ്റെ കുപ്പായം, ഒരു വ്യഭിചാരി പെണ്ണിൻ്റെ രക്തം എൻ്റെ കുപ്പായത്തിലേക്ക് തെറിച്ചല്ലോ എന്നൊരു വാക്ക് പറഞ്ഞ ഉടനെ റസൂലുള്ളാഹിൻ്റെ മുഖം ചുവന്നു. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, മിണ്ടല്ല ഖാലിദേ, നാവടക്ക് ഖാലിദേ, സംസാരത്തിന് നിയന്ത്രണം വരുത്തണം ഖാലിദേ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ആ പെണ്ണിൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂല് കയറുന്ന ഉമർ റളിയല്ലാഹു അൻഹു കുപ്പായത്തിന് പിടിച്ചു. കുപ്പായത്തിന് പിടിച്ചപ്പോൾ കയ്യിൽ കൈ തട്ടി മാറ്റി. ഉമർ പറയുന്നത്, റസൂലേ, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ നിൽക്കരുത് നബിയേന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് അള്ളാഹിൻ്റെ റസൂല് മുന്നിലേക്ക് കയറി നിന്ന് മയ്യത്ത് നിസ്കാരം നിർവഹിച്ച് ആ പെണ്ണിൻ്റെ ജനാസ ഖബറിലേക്ക് വെച്ച ശേഷം സ്വഹാബത്തിനെ വിളിച്ചിട്ട് താക്കീത് കൊടുക്കുന്നുണ്ട് റസൂലുള്ളാഹ്. നിങ്ങളുടെ നാവുകൾ നിങ്ങൾ സൂക്ഷിക്കണേ സ്വഹാബ. ആ പെണ്ണിൻ്റെ തൗബ ഒരു തട്ടിലും ഈ കാണുന്ന മുഴുവൻ സ്വഹാബത്തിൻ്റെ തൗബ മറ്റൊരു തട്ടിലും വെച്ചാൽ കനം തൂങ്ങുന്നത് ആ പെണ്ണിൻ്റെ തൗബക്കായിരിക്കും. നാളെ റബ്ബിൻ്റെ കോടതിയിൽ പരാജയപ്പെടരുതെന്ന് കരുതി ഞാൻ എത്ര സമയം കൊടുത്തിട്ടും ആ പെണ്ണ് ഇസ്തിഗ്ഫാറിൽ മുഴുകി വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയവളാണ്. റബ്ബിൻ്റെ കോടതിയിൽ അവൾ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ എന്ന ചിന്തയിലാണ് അവൾ വന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു തെറ്റിൽ നിന്ന് മോചിതനാകുമ്പോൾ ഈ ചിന്തയാണോ നമ്മുടെ മനസ്സിലുള്ളത്? യൗമുൽ ഹിസാബിന് വേണ്ടി, വിചാരണയുടെ ദിവസത്തേക്ക് വേണ്ടി എത്ര പാപമാണ് നമ്മൾ ഒഴിവാക്കിയത്, എത്ര നന്മയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൽബിനോട് നമ്മൾ ചോദിക്കണം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങളുടെ കൈകളിലുള്ളത്? നിസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? സ്വതക്കയുണ്ടോ? പുണ്യകർമ്മങ്ങളുണ്ടോ? ധാരാളമായി വാരിക്കൂട്ടിയ, ധാരാളമായി ചെയ്തു കൂട്ടിയ അമലുകളുണ്ടോ? നമ്മുടെ കൽബിനോട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കണം. ആ രൂപത്തിൽ ഈമാനോടെ മരിച്ചിട്ട് യൗമുൽ ഹിസാബിൻ്റെ ദിവസം, വിചാരണയുടെ ദിവസം അള്ളാഹിനോട് കണക്ക് പറഞ്ഞിട്ട് കൃത്യമായി സിറാത്തിനെ തരണം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. യൗമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസം, അടുത്തു നിൽക്കുന്ന വിചാരണയുടെ ദിവസത്തേക്ക് വേണ്ടി അമലുകൾ ധാരാളം വർദ്ധിപ്പിക്കാൻ, വിശ്വാസം നന്നാക്കാൻ, കർമ്മങ്ങൾ സജീവമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ വിചാരണകളെ എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മുടെ വിചാരണകളെ അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. പരലോകത്ത് വിജയിക്കുന്ന കക്ഷികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആളിക്കത്തുന്ന നരകത്തിൻ്റെ തീജ്വാലകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭീകരമായ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ സുഹൃതങ്ങളെല്ലാം സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.